എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നമുക്ക് പീലാത്തോസിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് നോക്കാം. പീലാത്തോസ് എന്ന പേരിൻ്റെ അർത്ഥം ശൂലപാണി. AD 26 മുതൽ 36 വരെ യഹൂദിയ ഭരിച്ചിരുന്ന ദേശാധിപതിയാണ് പീലാത്തോസ്. തിബരിയാസ് കൈസറാണ് പീലാത്തോസിനെ ദേശാധിപതിയായി നിയമിച്ചത്. പീലാത്തോസിൻ്റെ പൂർവ്വചരിത്രം അജ്ഞാതമാണ്. ജർമ്മൻ ഐതിഹ്യമനുസരിച്ച് മയൻസയിലെ രാജാവായ ഡയറസിൻ്റെ അവിഹിതപുത്രനാണ് പീലാത്തോസ്. രാജാവ് അയാളെ ജാമ്യ തടവുകാരനായി റോമിലേക്ക് അയച്ചു. അവിടെ ഒരു വധം നടത്തിയ പീലാത്തോസിനെ പൊന്തിയോസിലേക്ക് അയച്ചു. സംസ്കാരശൂന്യമായ ഒരു വർഗത്തെ അടിച്ചമർത്തിയത് കൊണ്ട് പീലാത്തോസിന് പൊന്തിയോസ് എന്ന പേര് ലഭിച്ചു. അനന്തരം യഹൂദിയയിലെ ദേശാധിപതിയായി പീലാത്തോസ് നിയുക്തനായി. യഹൂദിയയുടെ ദേശാധിപതി എന്ന നിലയിൽ മാത്രമേ പീലാത്തോസ് അറിയപ്പെടുന്നുള്ളൂ. റോമൻ രേഖകളിൽ ഒരിടത്ത് മാത്രമാണ് പീലാത്തോസിൻ്റെ പേർ കാണപ്പെടുന്നത്. തിബരിയാസ് കൈസറിൻ്റെ കാലത്ത് പൊന്തിയോസ് പീലാത്തോസിൻ്റെ കയ്യിൽ യേശുവിൻ്റെ വധം നടന്നു എന്ന് താസിറ്റസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ ചരിത്രകാരന്മാരായ ജോസിഫസും ഫിലോയും പീലാത്തോസിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യഹൂദന്മാരുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതിൽ പീലാത്തോസ് അത്യുത്സാഹിയായിരുന്നു. ദേശാധിപതിയായി യഹൂദിയയിലെത്തിയ പീലാത്തോസ് യഹൂദന്മാരെ ഉടനെ തന്നെ പ്രകോപിപ്പിച്ചു. സൈന്യത്തിൻ്റെ ആസ്ഥാനം കൈസരിയിൽ നിന്നും യെരുശലേമിലേക്ക് മാറ്റി. ചക്രവർത്തിയുടെ പ്രതിരൂപം പതിച്ചിട്ടുള്ള കൊടികളും ഏന്തി സൈന്യം യെരുശലേമിൽ പ്രവേശിച്ചു. ഇതിൽ പ്രതിഷേധിച്ച യഹൂദന്മാർ കൈസരിയയിൽ പീലാത്തോസിൻ്റെ പാർപ്പിടം വളഞ്ഞു. ഒടുവിൽ ജനത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കൊടികൾ മുഴുവൻ കൈസരിയിലേക്ക് മടങ്ങിക്കൊണ്ടുപോയി. മറ്റൊരിക്കൽ യെരുശലേമിലെ തൻ്റെ കൊട്ടാരത്തിൽ അലങ്കാരത്തിനായി ദേവതകളുടെ പേര് കൊത്തിയ ഏതാനും സ്വർണ്ണ പരിശകൾ തൂക്കിയിട്ടു. യഹൂദന്മാർ ഇതിൽ പ്രതിഷേധിച്ചു. തിബരിയാസ് കൈസരോട് പരാതിപ്പെട്ടു. ഒടുവിൽ കൈസറിൻ്റെ കൽപ്പനയനുസരിച്ച് സ്വർണ്ണ പരിചകൾ മാറ്റി. ഈ സംഭവം ഫിലോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേമിൽ വെള്ളം കൊണ്ടുവരേണ്ടതിന് ദേവാലയ ഭണ്ഡാരത്തിലെ പണം ഉപയോഗിച്ചു എന്നറിഞ്ഞ് യഹൂദന്മാർ എതിർത്തു. എതിർപ്പിനെ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തി. ദേവാലയത്തിൽ യാഗം അർപ്പിച്ചുകൊണ്ടിരുന്ന ചില ഗലീലക്കാരെ കൊന്ന് അവരുടെ രക്തം യാഗങ്ങളോട് കലർത്തി. ലൂക്കോസ് 13-ാം അധ്യായം 1-2 വചനം. മോശയുടെ കാലം മുതൽ വിശുദ്ധ ഉപകരണങ്ങൾ ഗെരീസിം മലയിൽ മറച്ചു വച്ചിരിക്കുന്നു എന്ന ധാരണയുണ്ടായിരുന്നു. ഈ സ്ഥാനം കാണിച്ചു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു വഞ്ചകൻ ശമര്യരെ ഗെരീസിം മലയിൽ കൂട്ടിക്കൊണ്ടുവരുത്തി. ആയുധധാരികളായി മലയിൽ കൂടിയ ശമര്യരെ സൈന്യത്തെ അയച്ച് പിരിച്ചുവിട്ടു. അനേക ശമര്യർ വധിക്കപ്പെട്ടു. സുറിയയിൽ ചക്രവർത്തിയുടെ പ്രതിനിധിയായിരുന്ന വിതല്യൂസിൻ്റെ അടുത്ത് ശമര്യരുടെ ഒരു നിവേദക സംഘം ചെന്ന് പരാതിപ്പെട്ടു. കുറ്റാരോപണങ്ങൾക്ക് മറുപടി പറയുവാൻ അദ്ദേഹം പീലാത്തോസിനെ റോമിലേക്ക് അയച്ചു. പീലാത്തോസ് റോമിലേക്ക് പോകുമ്പോൾ തിബരിയാസ് കൈസർ മരിച്ചു. ഒടുവിൽ പീലാത്തോസിന് എന്ത് സംഭവിച്ചു എന്നറിയില്ല. വലിയ പെരുന്നാളുകൾ നടക്കുമ്പോൾ ക്രമസമാധാന പാലനത്തിന് നാടുവാഴികൾ യെരുശലേമിൽ പാർക്കുക പതിവായിരുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട പെസഹയിൽ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വസിക്കുകയായിരുന്നു പീലാത്തോസ്. ദൈവദൂഷണം ആരോപിച്ച് യേശുവിനെ പുരോഹിതന്മാരും പ്രമാണികളും കൊട്ടാരത്തിൻ്റെ കവാടത്തിനരികെ കൊണ്ടുവന്നു. അശുദ്ധമാകാതെ പെസഹ കഴിക്കുന്നതിനു വേണ്ടി അവർ ആസ്ഥാനത്തിൽ കടന്നില്ല. പീലാത്തോസ് പുറത്തു വന്ന് യേശുവിൻ്റെ കുറ്റകാര്യം അന്വേഷിച്ചു. യേശു യഹൂദന്മാരെ മറിച്ച് കളയുകയും രാജാവാകുന്നു എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നതിനെ വിരോധിക്കുകയും ചെയ്തു എന്ന് യേശുവിൽ കുറ്റം ആരോപിച്ചു. യേശു ക്രിസ്തു നിരപരാധി എന്ന ബോധ്യവും യഹൂദന്മാരുടെ അപ്രീതിയും പീലാത്തോസിൻ്റെ ഹൃദയത്തെ മഥിച്ചു. യഹൂദന്മാരോടുള്ള വിദ്വേഷം യേശുവിനോട് കരുണ കാണിക്കുവാൻ പീലാത്തോസിനെ പ്രേരിപ്പിച്ചു. രഹസ്യമായി വിസ്തരിച്ച ശേഷം യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തോസ് പ്രഖ്യാപിച്ചു. ഗലീല മുതൽ യെരുശലേം വരെ പഠിപ്പിച്ച് ജനത്തെ കലഹിപ്പിക്കുന്നു എന്ന് അവർ മറുപടി പറഞ്ഞു. ഗലീലയുടെ പരാമർശം കേട്ടപ്പോൾ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പീലാത്തോസ് യേശുവിനെ ഹെരോദ അന്തിപ്പാസിൻ്റെ അടുക്കലേക്ക് അയച്ചു. ഹെരോദാവ് ഇതിൽ ഇടപെടുവാൻ ഇഷ്ടപ്പെട്ടില്ല.
മഹാപുരോഹിതന്മാരെയും ജനത്തെയും കൂട്ടിവരുത്തി മരണയോഗ്യമായ കുറ്റമൊന്നും യേശുവിലില്ല എന്ന് പീലാത്തോസ് പ്രസ്താവിച്ചു. ന്യായാധിപ സംഘത്തെ സമാധാനപ്പെടുത്തുവാൻ വേണ്ടി യേശുവിനെ അടുപ്പിച്ച് വിട്ടേക്കാമെന്ന് പറഞ്ഞു. പെസഹയുടെ ബഹുമാനാർത്ഥം ഒരു തടവ് പുള്ളിയെ ദേശാധിപതി മോചിപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. യേശുവിനെ വിടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ബറബ്ബാസിനെ വേണമോ യേശുവിനെ വേണമോ എന്ന് പീലാത്തോസ് ചോദിച്ചു. അവർ ബറബ്ബാസിനെ ആവശ്യപ്പെട്ടു. താൻ സ്വപ്നത്തിൽ വളരെ കഷ്ടപ്പെട്ടുവെന്നും തന്മൂലം ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നും പീലാത്തോസിൻ്റെ ഭാര്യ സന്ദേശം കൊടുത്തയച്ചു. എന്നാൽ ലഹള ഭയന്ന് പീലാത്തോസ് യേശുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വിധി പ്രഖ്യാപനത്തിനു മുൻപ് ഈ രക്തത്തിൽ തനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് പീലാത്തോസ് കൈ കഴുകി. രാജ്യദ്രോഹം വധശിക്ഷയ്ക്ക് മതിയായ കുറ്റമല്ലായക കൊണ്ട് ദൈവദൂഷണം യേശുവിൽ ആരോപിച്ചു. ന്യായപ്രമാണം അനുസരിച്ച് ദൈവദൂഷകനെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. അവനെ ക്രൂശിക്ക എന്ന് യഹൂദന്മാർ നിലവിളിക്കുക നിമിത്തം യേശുവിനെ ക്രൂശിക്കേണ്ടതിന് പീലാത്തോസ് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസിൻ്റെ അനന്തരചരിത്രം വ്യക്തമല്ല. അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് യൂസീബിയസ് രേഖപ്പെടുത്തുന്നു. യേശുവിൻ്റെ വിചാരണയും ശിക്ഷയും സംബന്ധിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ട് പീലാത്തോസ് തിബരിയസ് കൈസറിന് കൊടുത്തു എന്ന് ജസ്റ്റിൻ മാർട്ടിയർ, തെർത്തുല്യർ എന്നിവർ പറയുന്നു. ബലാത്സംഗം, കൊല, ക്രൂരത എന്നീ ദോഷങ്ങൾ ഫിലോ പീലാത്തോസിൽ ആരോപിക്കുന്നു. സ്വന്തം നില ഉറപ്പിക്കുക എന്ന താൽപ്പര്യമാണ് പീലാത്തോസിന് ഉണ്ടായിരുന്നത്. യേശുവിനെ രക്ഷിക്കുവാനുള്ള പീലാത്തോസിൻ്റെ ആഗ്രഹം ആത്മാർത്ഥമായിരുന്നു. എന്നാൽ ചക്രവർത്തിയുടെ അപ്രീതി നിമിത്തം പദവിയും അധികാരവും നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു യഹൂദന്മാരുടെ ഇഷ്ടത്തിന് വിധേയപ്പെടുവാൻ പീലാത്തോസിനെ പ്രേരിപ്പിച്ചത്. തൻ്റെ നീതിബോധത്തിന് വിരുദ്ധമായാണ് പീലാത്തോസ് പ്രവർത്തിച്ചത്. സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ വധത്തിന് യഹൂദ പ്രമാണികന്മാരെ കുറ്റപ്പെടുത്തുന്നിടത്തോളം പീലാത്തോസിനെ കുറ്റപ്പെടുത്തുന്നില്ല.